അൻവർ തൻ്റെ മുന്നേറ്റം ശക്തിപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അതിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ മതതീവ്രവാദിയും ന്യൂനപക്ഷവാദിയും തീവ്രവാദികളുടെ കൈയുടെ പിടിയിലാണെന്നും ഒക്കെ പറയുമ്പോഴും അദ്ദേഹം എപ്പോഴും കമ്മ്യൂണിസത്തിലെ അടിസ്ഥാന വർഗത്തിലെ മനുഷ്യർക്ക് വികാരമുണ്ടാകുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് ചർച്ചയിൽ ഉന്നയിക്കുന്നതും ഒപ്പം തൻ്റെ കുടുംബത്തിൻ്റെ ആ പശ്ചാത്തലം കൂടി വളരെ വ്യക്തമായി പറഞ്ഞു പോകുന്നതിനും അത്തരം കാര്യങ്ങൾക്കും വലിയ ഊന്നൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ചന്തമുക്കിലെ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചത് സുഗു എന്ന് പറയുന്ന ഒരു മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയാണ്. ഇനിയുള്ള സമയങ്ങളിൽ മലബാറിൽ തുറന്നു പറച്ചിലുകൾക്ക് പലരും കാത്തു നിൽക്കുമ്പോൾ അവരുടെയൊക്കെ തുറന്നു പറച്ചിലുകൾ പലതും ഈ ആൾക്കൂട്ടത്തിനും വികാരത്തിനുമൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പറയാതെ വയ്യ. അൻവർ തൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ അന്വേഷിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനത്തിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അടിസ്ഥാന വർഗത്തിൻ്റേതെന്ന് പറഞ്ഞു ഉയർത്തുന്ന വിഷയങ്ങളാണ്. അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ലെന്നും പാർട്ടി പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്നും ഒക്കെ അടിവരയിട്ട് സൂചിപ്പിക്കുന്ന അദ്ദേഹം അടിസ്ഥാന വർഗത്തിൻ്റെ വിഷയങ്ങളും അവരുടെ പ്രയാസങ്ങളുമാണ് പലപ്പോഴും സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് പുഷ്പനെ സ്മരിച്ചുകൊണ്ടാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. എന്നുവെച്ചാൽ അടിസ്ഥാന കമ്മ്യൂണിസ്റ്റ് വികാരത്തിൽ വരുന്നവരെ ഉൾക്കൊള്ളുകയും ആ വിഷയങ്ങളെ നിലനിർത്തുകയും ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. രണ്ടാമതായി അദ്ദേഹം ഉയർത്തുന്നത് ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പാരമ്പര്യത്തെക്കുറിച്ചാണ്. അവിടെ അദ്ദേഹം അതിൽ വിജയിക്കുന്നുമുണ്ട്. എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊരു വിവാദം ഉണ്ടാകുമ്പോഴായിരിക്കും ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ കൂടുതൽ ചർച്ചയാവുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന പല ചാനലുകളിലൂടെയും പരിചയപ്പെടുത്തുന്ന അഹങ്കാരിയും നിഷേധിയുമായ ഒരു അൻവറിനെ ആയിരിക്കും സമൂഹം അറിയുക. അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ കാർഡുകൾ പരിശോധിക്കുമ്പോൾ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ഉപ്പുപ്പ ജനിച്ചത് 1894 മരിച്ചത് 1972 അദ്ദേഹം കോൺഗ്രസ് ഖിലാഫത്തിൻ്റെ നേതാവായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അംശം ദേശം അധികാരിയായിരുന്നു. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ തുടക്കക്കാരനായിരുന്നു. 1922 കൊടുങ്ങല്ലൂരിൽ ചേർന്ന മുസ്ലിം നവോത്ഥാന സംഗമത്തിൽ ഏറനാട്ടിൽ നിന്നും പങ്കെടുത്ത 2 പേരിൽ ഒരാളാണ് അദ്ദേഹം. അനാഥാലയങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ സ്ഥാപകനായിരുന്നു. 1927 താലൂക്ക് ബോർഡിലേക്ക് കാരക്കുന്ന് ഫർക്കയിൽ നിന്നും മത്സരിച്ച് ജയിച്ച് എടവണ്ണയിലെ ആദ്യത്തെ ജനപ്രതിനിധിയായതും ഈ മനുഷ്യനാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അബ്ദുറഹ്മാൻ സാഹിബുമായും മൊയ്ദ് മൗലവിയുമായും ആത്മബന്ധം പുലർത്തിയിരുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ഖാദി നെയ്ത്ത് പരിശീലനത്തിനായി ഇടവണ്ണയിൽ ചർക്കയും അതുമായി ബന്ധപ്പെട്ട യൂണിറ്റും സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1928 സ്ഥാപിതമായ ഒതായി GMLP സ്കൂളിനും മദ്രസയ്ക്കും സ്വന്തം സ്ഥലത്ത് കെട്ടിടം പണിയുകയും അത് പള്ളിക്ക് വഖഫ് ചെയ്യുകയും ചെയ്തു. ഒതായി പള്ളി കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന ഹാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം 1946 കേരളത്തിൽ നിന്ന് ആദ്യമായി മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ നമസ്കാരത്തിനുള്ള അനുമതി നൽകി. തൻ്റെ 53 ഏക്കർ സ്ഥലവും അതിലുള്ള കശുമാവിൻ തോട്ടവും ഒതായി പള്ളി പരിപാലനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമായി വഖഫ് ചെയ്തു. ഹാജിയാർ, പള്ളിയാളി തുടങ്ങിയ വസ്തുവകകളും പള്ളി പരിപാലനത്തിനായി വഖഫ് ചെയ്തു. ഒതായി അങ്ങാടിയിൽ സ്കൂൾ മദ്രസ കെട്ടിടത്തിനോട് ചേർന്ന് പൊതുജനങ്ങൾക്ക് കുടിവെള്ളത്തിനായി ധർമ്മക്കിണർ സ്ഥാപിച്ചു നൽകി. 1962 കോഴിക്കോട് JDT ഓർഫനേജിൻ്റെ കീഴിൽ എടവണ്ണയിൽ ഓർഫനേജ് സ്ഥാപിച്ചു. എടവണ്ണ ദാറുൽസലാം വീടിനോട് ചേർന്ന് പള്ളി സ്വന്തം സ്ഥലത്ത് നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പോന്നു. ഓർഫനേജ് നടത്തിപ്പിനായി തൻ്റെ 8.5 ഏക്കർ കരിമ്പിൻ തോട്ടം വഖഫ് ചെയ്ത് മാതൃക കാട്ടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ. ഈ കാര്യങ്ങളൊക്കെയും ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അതായത് ഈ മുഹമ്മദ് ഹാജിയുടെ മൂത്ത പുത്രൻ PV ഉമ്മർകുട്ടി ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ 1917 ജനിച്ച് 93 മരിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, വിദ്യാഭ്യാസ പരിഷ്കർത്താവായിരുന്നു, ദീർഘകാലം പെരകണ്ണ അംശം ദേശം അധികാരിയായിരുന്നു, KNMൻ്റെ സംസ്ഥാന കമ്മിറ്റി ട്രഷററായിരുന്നു, ദീർഘകാലം ഒതായി ചാത്തന്നൂർ മഹല്ല് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു, MESൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, മമ്പാട് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗമായിരുന്നു. MESലെ സ്വാധീനം ഉപയോഗിച്ച്
ഇടവണ്ണ മേഖലയിൽ നിരവധി പേർക്ക് പഠനസഹായവും ജോലിയുമൊക്കെ നൽകുന്നതിൽ പങ്കുവഹിച്ച ആളാണ്. ഇടവണ്ണ ജാമിയ നദിവിയയുടെ ബോർഡ് മെമ്പറും ട്രസ്റ്റിയുമായിരുന്നു. പിതാവ് മുഹമ്മദ് കുട്ടി ഹാജി വഹിച്ചിരുന്ന ഇടവണ്ണ യത്തീംഖാന സെക്രട്ടറിയായി അവസാനം വരെ തുടർന്നു. 1977 ഈ ഉമ്മർകുട്ടി ഹാജിയും സഹോദരൻ ഷൗക്കത്ത് അലിയും GMUP സ്കൂളിന് ദാനമായി നൽകിയ 15 ഏക്കർ സ്ഥലത്താണ് ഇന്നത്തെ ഹൈസ്കൂൾ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ സഹോദരനാണ്. പിന്നെയുള്ളത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഷൗക്കത്ത് അലി സാഹിബാണ്. 1922 ജനിച്ച് 96 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ്. 2 മക്കൾ എന്ന് പറഞ്ഞാൽ പൊതുരംഗത്തുള്ളത് അൻവറും അതുപോലെ അജ്മൽ NCPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. മലബാർ മേഖലയിൽ ദേശീയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം ഒരുപാട് പങ്കുവഹിച്ചു. എടവണ്ണ പോസ്റ്റ് ഓഫീസ്, ടെലിഫോൺ എക്സ്ചേഞ്ച്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, മഞ്ചേരി ചരണി ക്ഷയരോഗ ആശുപത്രി, എടവണ്ണ മിനി വ്യവസായ കേന്ദ്രം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് അഹോരാത്രം പണിപ്പെട്ട ആളാണ്. എടവണ്ണ മൃഗാശുപത്രി, ഒതായി പ്രദേശത്തെ വിവിധ റോഡുകളടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് അദ്ദേഹം നന്നായി കഷ്ടപ്പെട്ടു. അവിഭക്ത കോൺഗ്രസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ AICC മെമ്പറായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ എടവണ്ണയുടെ സാന്നിധ്യമായിരുന്നു. പ്രഥമ പ്രസിഡന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടവണ്ണ സന്ദർശനം നടത്തിയതും അവിടേക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയതുമൊക്കെ ചരിത്രമാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായിരുന്ന കാലത്താണ് എടവണ്ണയിൽ ഈ നെഹ്റുവിന് അദ്ദേഹം സ്വീകരണം നൽകിയത്. 1962 ഇലക്ഷനിൽ മഞ്ചേരി ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. DCC പ്രസിഡൻ്റായിരുന്നു. KPCC ട്രഷററായിരുന്നു. അഖിലേന്ത്യാ ശരീഅത്ത് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടറായിരുന്നു. കോഴിക്കോട് ഭൂപണയ ബാങ്ക് പ്രസിഡൻ്റായിരുന്നു. ഏറനാട് താലൂക്ക് സഹകരണ യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. സ്റ്റേറ്റ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഡയറക്ടറായിരുന്നു. എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ദീർഘകാല പ്രസിഡൻ്റായിരുന്നു. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ അടക്കമുള്ള നിരവധിയായ കാര്യങ്ങളുണ്ട്. ഒപ്പം ഈ അൻവറിൻ്റെ സഹോദരിമാരിൽ പലരും പഠിച്ച കോളേജുകളിലൊക്കെ ചെയർമാനും ചെയർപേഴ്സണും ഒക്കെ ആയിരുന്നു. ചുരുക്കത്തിൽ ആ രക്തത്തിൻ്റെ, ആ ചരിത്രത്തിൻ്റെ തുടർച്ച കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ 2 പ്ലാറ്റ്ഫോമിലാണ് ഒരു മതേതരത്വ അടിസ്ഥാനവർഗ വികാരങ്ങളും കമ്മ്യൂണിസ്റ്റ് വികാരം കൂടി ചേർത്ത് വെക്കത്തക്ക നിലയിലുള്ള ഒരു ചിന്തയും അതോടൊപ്പം തൻ്റെ തിളക്കമാർന്ന പൂർവ്വകാലത്തിൻ്റെ പാരമ്പര്യവുമാണ് അദ്ദേഹം ഈ വേദികളിലൊക്കെയും പങ്കുവെക്കുന്നത്.